ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒരു അഭിമുഖത്തിൽ, അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം അഭിമുഖങ്ങൾ നൽകാറുള്ളൂ, അത്തരമൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടവ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾ വളരെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയിലേക്ക് വരുന്നതിൻ്റെ അസൂയയ്ക്ക് ചെയ്ത പണിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടഞ്ഞ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ ഓർഡർ. അതിപ്പോൾ സുപ്രീം കോടതി ഇൻവാലിഡാണ് അല്ലെങ്കിൽ അസാധുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മനസ്സ് അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി തകർക്കപ്പെടുന്നത് തങ്ങളുടെ സൗഹൃദ രാജ്യമാണെങ്കിലും, തങ്ങളോട് വളരെ വർഷക്കാലത്തെ സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രമാണെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ അമേരിക്ക അമേരിക്ക ഇൻട്രസ്റ്റ് ഓഫ് അമേരിക്ക, അവർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രീതി, ഞങ്ങളുടെ താല്പര്യം, അമേരിക്കയുടെ താല്പര്യം മാത്രം, മറ്റൊരു താല്പര്യവുമില്ല. ഏതു രാഷ്ട്രത്തെയും അവർക്ക് ചെകുത്താനെ പോലെ കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഹിന്ദു മഹാസമുദ്രത്തിൽ കണ്ടു കഴിഞ്ഞ ദിവസം. ആ സമുദ്രത്തിലൂടെ അവർ അതീവ രഹസ്യമായിട്ടൊരു അന്തർവാഹിനി കപ്പൽ വിട്ടുകൊണ്ട് മുക്കിയത് വാസ്തവത്തിൽ ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ്. ഇന്ത്യയുടെ അഭിമാനം കൂടിയാണ്. അവരുടെ അഭിമാനം ആകപ്പാടെ കടലിൽ മുങ്ങിപ്പോയി. USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അവരുടെ ലോകോത്തരമായ പടക്കപ്പലിൽ വിള്ളലുകൾ വീഴ്ത്തുവാൻ അവരെക്കാൾ എത്രയോ ശക്തി കുറഞ്ഞ രാജ്യമായിട്ടുള്ള ഇറാന് കഴിഞ്ഞു. അവരും, അതായത് US-ഉം ഇസ്രായേലും ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയും അതുപോലെ തന്നെ സൈന്യവും എല്ലാമുള്ള, സമ്പത്തും ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അതിന് പിടികൊടുക്കാതെ എബ്രഹാം ലിങ്കണ് തുള്ളലേൽപ്പിക്കാൻ, അതിൽ ഒരു ടോർപിഡോ ചെയ്യുവാൻ ഇറാൻ്റെ ആയുധശക്തിക്ക് ഈ യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോഴും കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക നാണിച്ച് തലകൊമ്പിടേണ്ട അവസ്ഥയാണ്. ഇവരുടെ എല്ലാം പിൻബലമുണ്ടായിട്ട് ഇറാൻ ഒറ്റയ്ക്ക് മാത്രം അവരുടേതായിട്ടുള്ള യുദ്ധം ചെയ്യുന്നു. നോക്കൂ ഈ സ്ഥിതിവിശേഷം. വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് യൂറോപ്പും അമേരിക്കയും എല്ലാം കൂടി. ഇറാൻ ഒരു വലിയ ബഹുമതിയുള്ള രാഷ്ട്രമാണെന്നോ അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അന്താരാഷ്ട്ര ക്രമത്തിൽ എന്തിൻ്റെ പേരിലാണ് അത് അവരോട് യുദ്ധം ചെയ്യുന്നത്? IAEA എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, അതായത് ആറ്റമിക ശക്തിയുടെ കാര്യത്തിലെ അവസാനത്തെ തീർപ്പ് കൽപ്പിക്കുന്ന, വാക്ക് കൽപ്പിക്കുന്ന ആ സംഘടന പറഞ്ഞത് ഇറാനിൻ്റെ കൈവശം ആണവായുധങ്ങളൊന്നും ഉണ്ടാക്കിയതിന് യാതൊരു വിധവുമായിട്ടുള്ള തെളിവുകളില്ല എന്ന് തെളിവുകൾ സഹിതം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതേ ഉള്ളൂ. പിന്നെ ആണവായുധം അവരുണ്ടാക്കരുത്, ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ യുദ്ധത്തിൻ്റെ ആ ലക്ഷ്യം തന്നെ മാറ്റി. അങ്ങനെ അവർക്ക് ലക്ഷ്യങ്ങൾ പിഴയ്ക്കുന്ന കാഴ്ചയും കൂടി നമ്മൾ കാണുന്നുണ്ട്. നോക്കൂ, ഇറാനിലേക്ക് അയച്ച മിസൈലുകൾ തീർച്ചയായിട്ടും ആണവായുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയായിരിക്കും. ഇറാൻ്റെ കയ്യിൽ ഇപ്പോൾ ആണവായുധമുണ്ടെന്ന ഭീതിയോ അല്ലെങ്കിൽ സംശയം ജനിപ്പിച്ചുകൊണ്ടോ മറ്റു ലക്ഷ്യങ്ങളോടെ വിട്ട മിസൈലുകൾ ഒരിക്കലും 7നും 9നും ഇടയിൽ പഠിക്കുന്ന പിഞ്ചു പെൺകുട്ടികളുള്ള ഒരു സ്കൂളിലേക്കായിരിക്കണമെന്ന് ഇസ്രായേൽ വിചാരിച്ചു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവരും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടത്തുന്ന, വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ നടത്തിയ, ഒറ്റയ്ക്ക് പോരാട്ടം നടത്തിയ ഒരു രാഷ്ട്രമാണല്ലോ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഇറാനും അത്തരം ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഒറ്റയ്ക്ക് നടത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഇസ്രായേൽ വിട്ടത് പാകിസ്ഥാൻ്റെ പക്തൂൺ മേഖലയിൽ നിന്ന് ആണ് ആ മിസൈൽ അയച്ചത്. സ്വന്തം അയൽ രാജ്യമായ, സഹോദര രാജ്യമായ ഇറാനുമേൽ അങ്ങനെ ആ പിഞ്ചു കുട്ടികളെ കൊല്ലാൻ വേണ്ടിയുള്ള വഴിയൊരുക്കി കൊടുത്തത്, സ്ഥലമൊരുക്കി കൊടുത്തത് ചതിയൻ രാഷ്ട്രമായ പാകിസ്ഥാനാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇന്ന് വരെ പാകിസ്ഥാൻ്റെ മേൽ ഒരു മിസൈൽ അയക്കാൻ ധൈര്യമില്ലാതെ പോയത്? അവരുടെ സഹായം തേടാൻ നാണമില്ലേ ഇസ്രായേലിന്? ഹമാസിനെ, അതുപോലെ തന്നെ ഹസ്ബുള്ളയെ, ഹൂത്തികളെ പിന്തുണയ്ക്കുന്ന, അതിനപ്പുറം IS-നെ,
അൽ ഖ്വയ്ദ, ലഷ്കർ ഇ തൊയ്ബ ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ. നിങ്ങളുടെ ഒരു പുരോഹിതൻ മുംബൈയിൽ കൊല്ലപ്പെട്ടതും വലിയൊരു സംഘം ഭീകരർ ഈ ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ അവിടേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളതിൻ്റെ വേദന അനുഭവിച്ചില്ലേ? എന്നിട്ട് നാണമില്ലേ പാകിസ്ഥാൻ്റെ സഹായം തേടിക്കൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്താൻ? കാരണം ഇറാൻ നിങ്ങൾ പറയുന്നു ചെകുത്താനാണ്. ഇറാനേക്കാൾ വലിയ ചെകുത്താനാണ് പാകിസ്ഥാൻ, അവരുടെ മണ്ണിൽ നിന്നുകൊണ്ട്. അപ്പം നിങ്ങൾ തീവ്രവാദത്തിന് തീ വെച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അതിനെ ആളിപ്പടർത്തുകയോ അതിനെ ജ്വാലയാക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ ന്യൂക്ലിയർ ബോംബ്, പരിപൂർണമായിട്ട് ഇസ്ലാമിക ബോംബ് എന്ന് പറയുന്ന ബോംബ്. നിങ്ങൾക്കറിയാമല്ലോ അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്. എന്താ മിസൈൽ അങ്ങോട്ട് അയക്കാതെ ന്യൂക്ലിയർ ബോംബിനെ പേടിച്ചാണെങ്കിൽ പിഞ്ചു കുട്ടികളുടെ നെഞ്ചത്തേക്കാണോ നിങ്ങളുടെ മിസൈൽ അയക്കുന്നത്? 165 പേരാണ് കൊല്ലപ്പെട്ടത്. നിങ്ങളൊരു ശരിയാണ്, നല്ല സ്വയം പര്യാപ്തമായിട്ടുള്ള പല കാര്യത്തിലും നിങ്ങളെ ആദരിക്കുന്ന ഒരാളാണ് ഞാൻ, ആദരിച്ചിട്ടുമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇക്കാണിച്ചത് വൻ ചെറ്റത്തരമാണ്. ആർക്കാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക? കൊച്ചുകുട്ടികളെ കൊന്നുകൊണ്ടാണോ നിങ്ങൾ ആണവ ബോംബ് അവസാനിപ്പിക്കുന്നത്? അത് വൃത്തികെട്ട ഒരു ലക്ഷ്യമല്ലേ? നിങ്ങളതിന് മാപ്പ് പറയണം ലോകത്തോട്. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ചെകുത്താൻ രാഷ്ട്രം, ചെകുത്താൻ. ഇത് തന്നെയാണല്ലോ ഇറാനും പറയുന്നത്. ഇത് ചെകുത്താനെതിരെയുള്ള യുദ്ധം. ഞാൻ ഇസ്രായേലിനെ പറയുന്നില്ല, അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ഇറാനെയും പറയുന്നില്ല, കാരണം അവരും നടത്തുന്നത് ലോകത്തെ മുസ്ലിങ്ങളിൽ 5% മറ്റു മുസ്ലിങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു വംശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, അന്തിമ പോരാട്ടമാണ്, അന്തിമ കാളം എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ. അങ്ങനെയുള്ളൊരു പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രത്തെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. ചിലർക്ക് കുറ്റപ്പെടുത്തുന്നത് ഈ ചൊറിച്ചിലുണ്ടല്ലോ, ചൊറിച്ചിൽ വരുമ്പോൾ ചൊറിയിലിട്ട് മാന്തുന്ന ഒരു സുഖം, അതുപോലൊരു സുഖമാണ്. അങ്ങനെ ഒരു സുഖം അനുഭവിക്കാൻ എനിക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് സത്യമായിട്ട് തന്നെ കാണുകയാണ്. നമ്മുടെ താല്പര്യവും ഇന്ത്യയുടെ താല്പര്യം, നമ്മുടെ ദേശീയ താല്പര്യവും മാത്രം കാണുക. ചബഹാർ തുറമുഖം ഉൾപ്പെടെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുള്ള രാഷ്ട്രമാണ്. ഹെസ്ബള്ളയോ ഹൂത്തിയോ അല്ലെങ്കിൽ ഹമാസോ ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തിയോ? കാശ്മീർ അതിർത്തി പിടിച്ചടക്കാൻ വന്നോ? മുംബൈയിൽ വന്ന് ആക്രമണം നടത്തിയോ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ഇസ്രായേലിന് ഇങ്ങനെ കൈയടിച്ചു കൊടുക്കാൻ? നമ്മുടെ ഇൻട്രസ്റ്റ് ഒന്നും അതിലില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് വന്നിരുന്നു. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബ്, ഇസ്ലാമിക് ബോംബ് ഞങ്ങൾ തകർത്തു തരാമെന്ന് പറഞ്ഞു ഇസ്രായേൽ. അന്ന് വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റാണ്. അപ്പോഴാണ് നമ്മുടെ ഇൻട്രസ്റ്റ് തകർന്നത്. അന്നായിരുന്നു നമ്മൾ ഇസ്രായേലിന് പിന്തുണ കൊടുക്കേണ്ടിയിരുന്നത്. കൊടുത്തില്ല, നമ്മൾ കൊടുക്കേണ്ടടുത്ത് കൊടുത്തില്ല. അസ്ഥാനത്ത് കയറി പിന്തുണ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിഷ്പക്ഷരായിട്ടിരിക്കുക. നമ്മുടെ ഇൻട്രസ്റ്റ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇസ്രായേലിലെ കുട്ടികളൊന്നും മരിച്ചിട്ടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കാനാണ് കേന്ദ്ര NDA ഗവൺമെൻറ് അതാണ് ചെയ്യുന്നത്. ഇവിടെ ചിലർക്കത് പോരാ. ഇതിനപ്പുറം അങ്ങ് ഇറാനെ അങ്ങ് കയറി ആക്രമണിക്കണം എന്നുള്ള മട്ടിലൊക്കെയുള്ള വർത്തമാനങ്ങൾ നോക്കൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇന്ത്യയെ കൂടി ഈ മഹാപരാധമായിട്ടുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ദുഷ്ടരാജ്യമായിട്ടുള്ള ട്രംപ് എന്ന് പറയുന്ന ദുഷ്ടൻ്റെ കീഴിലുള്ള രാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അബ്ബാസ് അരാക്ചിയാണ് ശരി. ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ, അതിൻ്റെ സാമ്പത്തിക പുരോഗതി തടയാൻ വേണ്ടി ഇന്ത്യയെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകാൻ നടത്തുന്ന കുൽസിത ശ്രമമാണ്. ട്രംപെ നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള മോദി അതിനൊന്നും വിധേയനാവുകയില്ല. ഇറിസ് ദേന എന്ന് പറയുന്ന കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ആഴുമ്പോൾ ടോർപിഡോ കൊണ്ട് അമേരിക്ക അതിനെ ആക്രമിക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് 180 പേരാണ്. അതിൽ 87 പേർ മരിച്ചു. 32 പേരെ ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ കോസ്റ്റ് ഗാർഡ് വന്ന് രക്ഷിച്ചു. അരമണിക്കൂറിനകമായപ്പോഴത്തേക്കും അത്രയും പേര് മരിച്ചു. ബാക്കിയുള്ളവരെവിടെ? അവരുടെ ശവശരീരം പോലും കണ്ടെത്തിയിട്ടില്ല. ഇന്ത്യൻ മഹാസമുദ്രം കളങ്കിതമായി യുദ്ധത്താൽ, ചോരയാൽ. കാരണം ബാക്കി അവശേഷിക്കുന്നതായിട്ടുള്ള ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. അവിടെ മരിച്ചു വീണു അവരെന്നുള്ളതാണ്. ഏതാണ്ട് 61ഓളം ശവശരീരങ്ങൾ, ഇറാനിയൻ പടയാളികളുടെ ശവശരീരങ്ങൾ ഇന്ത്യ മഹാസമുദ്രം എന്ന് പറയുന്ന പുണ്യസമുദ്രം, ത്രിസാഗര സംഗമം എന്ന് പറയുന്ന സ്ഥലത്തിന് വളരെയൊന്നും അകലെയല്ലാതെ, അതായത് ശ്രീലങ്കൻ തീരത്തു നിന്നു വളരെ അകലെയല്ലാതെ ഏതാണ്ട് 12 നോട്ടിക്കൽ മൈൽ അകലെയായിട്ട് സംബന്ധിച്ചു. അത് അന്താരാഷ്ട്ര സമുദ്രമെന്ന് പറയുന്നത്. ആ സമുദ്രം ലോകത്തിൻ്റെ 50% കടൽ ഈ അന്താരാഷ്ട്ര സമുദ്രമാണ്. അവിടെ വെച്ച് അവരെ രക്തസാക്ഷികളാക്കിയിട്ടുള്ള അമേരിക്കയുടെ കുൽസിത ബുദ്ധി ഇന്ത്യയെ കൂടി ഇതിലേക്ക് വലിച്ചടയ്ക്കാൻ, ഇന്ത്യയുടെ വളർച്ച തടയുക എന്നുള്ളത് തന്നെയാണെന്ന് സംശയമില്ല. നമുക്ക് ഏർപ്പെടുത്തിയ താരിഫിനേക്കാൾ വലിയൊരു ആക്രമണമാണ് ഹിന്ദു മഹാസമുദ്രത്തിൽ ടോർപിഡോ കൊണ്ട്, നേരിട്ടുള്ള യുദ്ധത്തിലൂടെയല്ല, ടോർപിഡോ അടികൂടെ വന്നിട്ട് ടോർപിഡോ ചെയ്യുക നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചതിപ്രയോഗം നടത്തുക എന്നാണ് അതിനും ഇംഗ്ലീഷിലുള്ള അർത്ഥം.
അതൊരു ഇടിയമായിട്ട് വരും. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം, നാണം കെട്ട ഭീരുക്കളുടെ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ഇന്ത്യ അല്ല, ഈ ഭാഗത്തുള്ള ഈ ഏഷ്യ പസഫിക് മേഖലയിലുള്ള സകല രാഷ്ട്രങ്ങളും അപലപിക്കേണ്ട ഒരു യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ചെകുത്താൻ പ്രയോഗം തന്നെയാണെന്ന് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.